ബീഹാറിൽ ആർ.ജെ.ഡിക്ക് മുന്നിൽ മുട്ടുമടക്കി കോൺഗ്രസ്. ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതേസമയം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സഖ്യത്തിന് ആയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ട എന്നായിരുന്നു കോൺഗ്രസ് നിലപാട്. എന്നാൽ ആർ.ജെ.ഡിയുടെ ആവശ്യത്തിനു മുന്നിൽ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നു. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വി.ഐ.പി പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ബീഹാറിന്റെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മഞ്ഞുരുകിയത്. अगले मुख्यमंत्री चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं, जो एक नौजवान है, लंबा फ्यूचर है इनके साथ में, और मेरा अनुभव से मैं कह सकता हूं जिसका लंबा फ्यूचर होता है पब्लिक उनको साथ देती है. അതേസമയം വാർത്താ സമ്മേളനം നടത്തിയ മുറിയിൽ തേജസ്വിയുടെ മാത്രം ചിത്രം വെച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായി. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള സമയം ഇന്ന് വൈകിട്ട് അവസാനിക്കും. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആർ.ജെ.ഡിയും പരസ്പരം മത്സരിക്കാൻ പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അനുനയത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർ.ജെ.ഡി വഴങ്ങുന്നില്ല. ഇതോടെ പരസ്പരം വാളോങ്ങി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ മത്സരിക്കുന്നതോടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ തകർച്ച പൂർണ്ണമാകും. ജനം, ഡൽഹി.